സഹകാരിയായിരുന്നു ലോത്ത്. അവിടെയാണ് വിഷയം, കുഴപ്പമാണത്. എബ്രാഹാം ലോത്തിനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. ഒറ്റയ്ക്ക് പോരണ്ട, അവനെ കുറച്ച് ഊർ ദേശത്ത് കുറച്ച് ജീവിതം, സാമൂഹ്യ ജീവിതം മനുഷ്യത്വരഹിതമാകുകയും വിഗ്രഹാരം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ എബ്രാഹത്തിൻ്റെ മനസ്സിലെപ്പോഴും ഒരു ദൈവവിളി ഉണ്ടായിരുന്നു. ദിസ് ഈസ് നോട്ട് ദ ട്രൂ ഗോഡ്, ഇതല്ല സത്യമായ ദൈവം. സത്യമായ മനസ്സിൽ അവനെ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് കൊണ്ട് അവൻ ആ ദിശ അനുധാവനം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാതെ ലോത്തിനെയും വിളിച്ചുകൊണ്ട് പോയി. എബ്രാഹത്തിന് വന്ന ആദ്യത്തെ പരാജയമാണത്. ലോത്തിനെ വിളിച്ചുകൊണ്ട് കൂടെ പോയത്. എബ്രാഹത്തിന് വന്ന രണ്ടാമത്തെ പരാജയമാണ് ഹാഗറിനെ പ്രാപിച്ചത്. അതുകൊണ്ട് തന്നെ എബ്രാഹാം പലപ്പോഴും പൗലോസിൻ്റെ ഭാഷയിൽ വിശ്വാസത്തിൻ്റെ പിതാവാണെങ്കിലും നമ്മൾ പരിശുദ്ധ അമ്മയുടെ റെഫറൻസിൽ വരുമ്പോൾ എബ്രാഹത്തിന് മാർക്ക് കുറഞ്ഞു വരും. എബ്രാഹാം നമ്മുടെ ഈ കാലഘട്ടങ്ങളിലെ മോഡലല്ലാതായി വരും. കാര്യം എബ്രാഹാം തിന്മയോട് സഹകരിച്ചു എന്നുള്ളതാണ് പ്രശ്നം. എന്താ കാര്യം? തിന്മയോട് സഹകരിച്ചു എന്ന് പറയാൻ കാര്യം എന്താണ്? ലോത്ത് ഇളയപ്പൻ്റെ ചിറ്റപ്പൻ്റെ മകനാണ്. അവനെ കൊണ്ടുപോകുന്നപ്പോൾ അവൻ ദൈവവുമായിട്ട് അവന് സഹകരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ലോത്ത് ഒരിക്കലും അങ്ങനെ ആയിട്ടില്ല. ലോത്തിൻ്റെ വഴിയാണ്. ഇപ്പോൾ യേശാവിൻ്റെ വഴി, യാക്കോബിൻ്റെ വഴിയെങ്കിലും യേശാവിനെ ഞാൻ വെറുത്തു, യാക്കോബിനെ സ്നേഹിച്ചു എന്നുള്ള സത്യമുണ്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏശാവിനെ ആകട്ടെ ഞാൻ വെറുത്തു എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അതാണ് ഒരു വിഷയം. ഒരു വീട്ടിൽ ചേട്ടനും അനിയനുമാണ്, പക്ഷെ ഒരാൾ വെറുക്കപ്പെട്ടു പോകുന്നു. ഇറ്റ്സ് എ ട്രാജഡി. വെറുക്കപ്പെട്ടവനായി മാറുന്ന ഒരാൾ. ഉടമ്പടി എടുത്തിരിക്കുന്നവരും ഉടമ്പടി ആനുകൂല്യം പ്രാപിക്കുന്നവരും ആത്മശോധന ചെയ്യണം. ഞാൻ ഏതെങ്കിലും കാരണവശാൽ ദൈവത്താൽ വെറുക്കപ്പെട്ടവനാണോ? അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം? അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് കൂടെ സഹകരിക്കാത്തവൻ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം കർത്താവേ നന്ദി. യേശുവേ നന്ദി. ആരാധന. എന്നോട് കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അതായത് ടേക്ക് ദ റെഫറൻസ് മത്തായി 12:30. എന്നോട് ഏറ്റു പറഞ്ഞ് എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അപ്പോൾ എന്താണ് എൻ്റെ സഹോദരനെ മനസ്സിലാക്കുന്നത്? കർത്താവിൻ്റെ കൂടെ അല്ലാതെ ശേഖരിക്കാൻ പറ്റുമെന്ന്. കൈയടിച്ച് കർത്താവിന് ഞങ്ങളുടെ ജീവിത നേട്ടങ്ങൾ ഒരുമിച്ച് പാടാം. സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാ സ്നേഹത്തിൻ പൂനിലാവേ പരമദിവ്യകാരുണ്യത്തിന് ആരാധന ദിവ്യാഭിഷേക മുഹൂർത്തമാണ്. രോഗസൗഖ്യപ്പെടാനും ജീവിത തടസ്സങ്ങൾ മാറാനും ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന മക്കള് രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരോട് ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ.
അവിടത്തോടുകൂടി ശേഖരിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈശോയെ കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം അനുഭവിക്കുവാനുള്ള യോഗ്യത ഞങ്ങളുടെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വലിയൊരു ദൈവികമായ രഹസ്യമാണ്. We can harvest in the absence of God. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നമുക്ക് കൊയ്ത് കൂട്ടാൻ പറ്റും. പക്ഷേ എന്താ പ്രോബ്ലം? അനുഭവിക്കാൻ യോഗ്യതയുണ്ടാകത്തില്ല. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻ ടു ലോത്ത്. എന്തുകൊണ്ടാണ് ഈ അനുഭവിക്കാൻ യോഗ്യതയില്ലാതെ ലോത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ലോത്ത് എപ്പോഴും തിന്മയുടെ ശക്തിയുമായിട്ട് കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരുന്ന. ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നമ്മൾ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും ഒരു വേർപാടിൻ്റെ ജീവിതമാണ്. ദൈവത്തിന് നിരക്കാത്ത സ്വഭാവങ്ങളുള്ള പെരുമാറ്റങ്ങളുള്ള വ്യക്തികളുമായിട്ട് സൂക്ഷിച്ച് പെരുമാറണം. ചിലപ്പോൾ നിങ്ങളുടെ നാത്തൂനാകാം, അമ്മയാകാം, അയൽവാസിയാകാം, നിങ്ങളുടെ പാർട്ട്ണറാകാം. നിങ്ങൾക്ക് അവരോട് സഹകരിക്കാം, മാനുഷികമായ രീതിയിൽ സഹകരിക്കാം. പക്ഷേ ആ സഹകരണത്തിൻ്റെ പേരിൽ യു മസ്റ്റ് നോട്ട് ലോസ്റ്റ് യുവർ ഗ്രേസ്. അതൊരു പ്രിക്കോഷൻ ഉണ്ടാകണം. നിന്റെ കൃപ നഷ്ടപ്പെടാൻ പാടില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിന്മയുടെ സാഹചര്യങ്ങളെ വേഗപൂർവ്വം നിർത്തുപേക്ഷിച്ച് മുന്നേറുവാനുള്ള കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതാണത്. എന്താണ്? ലോത്ത് തൻ്റെ കൂടാരം സോദോം വരെ നീട്ടിയടിച്ചെന്ന്. സോദോമിലെ ആൾക്കാരെ സ്വവർഗഭോഗികളും ഗേ സെക്സ് ഉള്ളവരും പലതരത്തിലുള്ള മ്ലേച്ഛ ജീവിതമുള്ളവരുമാണ്. അവരുമായിട്ട് ലോത്ത് സഹകരിച്ചു എന്നാണ് പറയുന്നത്. ഉടമ്പടിയുടെ സഹകാരിയായിരുന്നു ലോത്ത്. എബ്രാഹത്തിൻ്റെ അത്രയും വസ്തുവകകളെല്ലാം ലോത്തിന് കിട്ടിയതാണ്. പക്ഷെ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ ലോത്തിൻ്റെ ഓഹരി ജോർദാനാണ്. നോക്കിയേ, എബ്രാഹത്തിൻ്റെ ഓഹരി കാനാൻ ദേശമാണ്. ജോർദാനും കാനാൻ ദേശത്തിനും ഇടക്കൂടി ഞാനൊരു ദിവസം ഇസ്രയേലിൽ പോയപ്പോഴേ എനിക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായി. സത്യം പറഞ്ഞാൽ ജോർദാൻ നദി ഇങ്ങനെ കിടക്കുകയാണ്, ഒരു ചെറിയൊരു ചെരുവിൽ കിടക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ജോർദാനിലേക്കാണ് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇസ്രയേൽ ഇത്തിരി പൊങ്ങിയതാണ്, വെള്ളം അപ്പം അധികം കയറത്തില്ല. പക്ഷേ ആ സ്ഥലമാണ് എബ്രാഹിം തിരഞ്ഞെടുത്തത്. ലോത്ത് കുറച്ചുകൂടി ഫലപുഷ്ടമായ സ്ഥലം നോക്കിയെടുത്തത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ എത്ര ഫലപുഷ്ടമായ ബുദ്ധി കൊണ്ട് ആയോജിച്ച് തിരഞ്ഞെടുത്താലും എല്ലാ ഫലപുഷ്ടിയും അനുഭവിക്കാൻ യോഗ്യമാകുന്നത് ഒറ്റ കണ്ടീഷൻ കൊണ്ടാണ്. വാഗ്ദാനം പ്രാപിക്കാൻ പറ്റിയ അടിസ്ഥാന യോഗ്യത വിശ്വാസം കൊണ്ട്. കൈയിടിച്ച് കർത്താവ് സഹോദരന്മാരാണ്, ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പൊയ്ക്കൊള്ളാം, വലതുഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊയ്ക്കൊള്ളാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. ഒന്ന് പറഞ്ഞ ജോർദാൻ സമതലം മുഴുവൻ, ജോർദാൻ സമതലം മുഴുവൻ ഫലപുഷ്ടിയുള്ള സ്ഥലമാണെന്ന് ലോത്ത് കണ്ടു. അപ്പോൾ അന്ന് ഫലപുഷ്ടി ഉണ്ടായിരുന്ന സ്ഥലത്തേക്കാണ് ലോത്ത് പോയത് ഓപ്ഷൻ വന്നപ്പോഴേ. പക്ഷേ ഒരു ലോത്തും എബ്രാഹും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് വിശ്വാസത്തിന് മറുപടി പറഞ്ഞു. എബ്രാഹാം വിശ്വാസത്തിലാണ് സഞ്ചരിക്കുന്നത്, മറ്റുള്ളൊരു വസ്തുതകളിലാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് രണ്ട് ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് വസ്തുത. ഇപ്പം നിന്നെ കെട്ടിച്ചു വിടുന്ന വീട്ടിൽ ഇപ്പം ഗതി ഉണ്ടാകത്തില്ല. പക്ഷെ നീ വിചാരിക്കുന്നു എൻ്റെ കർത്താവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഞാൻ മൂലം തന്നെ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടും എന്ന് നീ ചിന്തിച്ചാൽ അന്ന് മുതൽ കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കും. കൈയിട്ടിച്ച് കർത്താവ് കക്ഷിയുണ്ടായിരുന്നു. യശോഫാത്ത് രാജാവാണ്. അയാളും ഉടമ്പടിയുടെ ആനുകൂല്യം ഗുണഭോക്താവായ ഒരു മനുഷ്യനാണ്. യഹോവഷാത്ത് രാജാവെന്ന് തന്നെയല്ല, സൗളിൻ്റെ കാലത്തിന് ശേഷം
ദാവീദിൻ്റെ കാലത്തോടു കൂടി ദൈവം ദാവീദുമായിട്ട് ഉടമ്പടി ചെയ്തു. ദാവീദിനോട് ഉടമ്പടി ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് രക്ഷകൻ വരെ ജനിച്ചത്. ആ ദാവീദ് മുതൽ രക്ഷകൻ വരെയുള്ള എല്ലാ കാലഘട്ടങ്ങളിലുള്ള ഇസ്രായേൽ രാജാക്കന്മാരും, സോളമൻ ഉൾപ്പെടെ ജെറോബാം, ജക്കോബാം, ആഹാസ് ഒഴിച്ച് ഹെസക്കിയ ഉൾപ്പെടെ എല്ലാവരും ഈ ഉടമ്പടിയുടെ ഗുണഭോക്താക്കളാണ്. പക്ഷെ അവർക്ക് ചിലർക്ക് അനുഭവിക്കാൻ യോഗ്യതയില്ല. എന്തുകൊണ്ടാണ് യഹോവശാത്തിനെ അനുഭവിക്കാൻ യോഗ്യതയില്ല എന്നുള്ളത് ഇപ്പോൾ വചനം പറയും. ശ്രദ്ധിക്കട്ടെ. ദിനവൃത്താന്തം 20:33. ദിനവൃത്താന്തം 20:33. ആരാധന 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 ദിനവൃത്താന്തം 20:33. 2 ദിനവൃത്താന്ത പുസ്തകം ക്രോണിക്കൽ, സെക്കൻഡ് ക്രോണിക്കൽ 20:33. എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല, തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൽ ജനം ഹൃദയം ഉറപ്പിച്ചിരുന്നില്ല. യഹോവശാത്തിന്റെ തകർച്ചയുടെ കാരണമാണ്. ലോത്തിന്റെ വകുപ്പിൽപ്പെടുന്ന ആളാണിത്. ഉടമ്പടിയുടെ സഹകാരിയാണ്, ഗുണഭോക്താവാണ്. 32 വയസ്സ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. അവൻ തന്റെ പിതാവായ ആസായുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. തന്റെ പിതാവായ പറഞ്ഞേ തന്റെ പിതാവായ ആസായുടെ മാർഗത്തിൽ നിന്ന്. അതാണ് ഉടമ്പടി മാർഗം എന്ന് പറയുന്നത്. മാർഗത്തിൽ നിന്ന് വായിച്ചോളൂ. വ്യതിചലിച്ചില്ല. കർത്താവിന്റെ മുൻപാകെ നീതിയായത് പ്രവർത്തിച്ചു. കർത്താവിന്റെ മുൻപാകെ നീതിയായി പ്രവർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. ദാറ്റ്സ് ദ പോയിന്റ്. ഇയാൾ ഉടമ്പടിയോട് സഹകരിക്കുന്ന ആളാണ്. അഹാസിൻ്റെ ഉടമ്പടി, അപ്പൻ്റെ ഉടമ്പടി, അതുപോലെ തന്നെ ദൈവത്തോട് വിശ്വസ്ത പാലിച്ചു പോകുന്ന ആളാണ് യഹോഷവാത്ത്. എന്തായൊക്കെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളിങ്ങനെ നീതിയായിട്ടൊക്കെയാണ് ഭരിക്കണത്, അതുപോലെ തന്നെ സത്യമായിട്ടൊക്കെയാണ് ജീവിക്കണമെങ്കിലും ഒരു കാര്യം കക്ഷി കോംപ്രമൈസ് ചെയ്തില്ല. എന്താണ്? പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. പൂജാഗിരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇസ്രയേലല്ലാത്തവർ ആരാധിക്കുന്ന ദൈവസ്ഥാനങ്ങളാണ്. അന്നത്തെ പ്രാചീന ഗോത്രവർഗക്കാർ അവിടെ ആരാധനയിലെ ഉപയോഗിച്ചിരുന്നത് വ്യഭിചാരമാണ്. അതാണ് പ്രോബ്ലം. പൂജാഗിരിയുടെ പ്രശ്നം അതാണ്. അവിടെ ദൈവത്തെ ആരാധിക്കുന്നുവെന്നതിന് വേണം അവർ പ്രസാദിപ്പിക്കാൻ വേണ്ടി പുരുഷൻ സ്ത്രീയൊക്കെ വന്ന് ഈ പൂജാഗിരിയിൽ വ്യഭിചരിച്ചിട്ട് പോകും. ഇത്തരം ഒത്തിരിയേറെ ഉയർന്ന സ്ഥലങ്ങൾ യഹോവശാത്ത് രാജാവിൻ്റെ കാലത്തുണ്ടായി. ഇത് തച്ചുടച്ച് കളയണം, എന്നാലേ രാജ്യം വിശുദ്ധി ജീവിക്കത്തുള്ളെന്ന് എത്രയോ പ്രവാചകന്മാർ പറഞ്ഞെങ്കിലും ജനങ്ങളുടെ ഈ വോട്ട് കാരണവും ജനങ്ങൾ അങ്ങനെ മെച്ചമായ ജീവിതം നയിക്കുന്ന ജനങ്ങളുടെ എണ്ണം കൂടുതൽ കാരണം പുള്ളിക്കാരൻ അതിനോട് ഒത്തുതീർന്ന് പൂജാഗിരികളെ നിലനിർത്തി. അതാണ് ഇതിൻ്റെ വിഷയം. അപ്പോൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും പൂജാഗിരികളെന്ന് പറയുമ്പോൾ നിങ്ങളെ അസന്മാർക്ക് ജീവിതത്തിന് പോകണമെന്നല്ല അച്ഛൻ പറയണത്. ഒരു പക്ഷേ ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കണ്ടൻറ്റ് ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കണം. പൂജാഗിരികൾ ചില സമയത്ത് ചില ആൾക്കാരുള്ള വെറുപ്പായിരിക്കും, ചിലപ്പോൾ ചില വിഷയത്തിലുള്ള ആസക്തിയായിരിക്കും. ഞാൻ ഒരിക്കൽ ഒരു മരിപ്പിന് പോയപ്പോൾ ഒരു അച്ഛൻ്റെ അമ്മ 6 പവൻ്റെ പിണ്ടിമാല വിട്ട് കുഴിക്കേ നിൽക്കണത് ഞാൻ കാഴ്ച കണ്ട്. കാര്യം അത് അവർ ചട്ടയുടെ അകത്ത് കിടന്ന മാലയാണതേ. അവർ അവിടെ ഉള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കുനിഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഈ തുടൽ പോലെ സ്വർണ്ണമാല കിടക്കും. ഇതൊരു ആസക്തിയാണ്, ഒരു പൂജാഗിരിയാണ്. നിങ്ങൾക്ക് വസ്ത്രത്തോടോ സ്വർണത്തോടോ പണത്തോടോ ബന്ധങ്ങളോടോ ആസക്തി ഉണ്ടായാൽ ഉടമ്പടിയിൽ നിനക്ക് ദൈവത്തിൻ്റെ, കാരണം നീ വസ്തുതകളും വസ്തുക്കളിലുമാണ് നീ ആശ്രയിക്കുന്നത്.
ചിലർക്ക് തെറ്റായ ബന്ധങ്ങളുണ്ടാകും. ചിലപ്പോൾ ഈ മൊബൈലിൻ്റെ അഡിക്ഷൻ ഉണ്ടാകും. ചിലപ്പോൾ മൊബൈലിൽ എപ്പോഴും അവർ മോശം വർത്തമാനം പറയുകയോ ചാറ്റ് ചെയ്യുകയോ മോശമായ രീതിയിൽ ചാറ്റ് ചെയ്യുകയോ അങ്ങനെ നിങ്ങളുടെ ചിലർ അവർക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടി മൊബൈലിൻ്റെ അടുത്ത് ഒളിച്ചിരിക്കുകയോ ചെയ്യും. ഇതെല്ലാം ഉടമ്പടിയിൽ പൂജാഗിരികളാണ്. നിങ്ങൾക്ക് തോന്നണില്ല കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് ആരും വിചാരിക്കരുത്. കർത്താവുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അല്ലാതൊരു മനുഷ്യനുമായിട്ടല്ല. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, അങ്ങയുമായിട്ടാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഉൽപ്പത്തി 13:3 അങ്ങ് അരുളി ചെയ്തു ഉടമ്പടിയിലായിരിക്കുന്ന എബ്രാഹാം തന്റെ മുമ്പിൽ തന്നെ വ്യാപരിക്കണമെന്ന്. കർത്താവ് ലോകത്തിന്റെ മുമ്പില് ജഡത്തിന്റെ മുമ്പില് വ്യാപരിക്കാതെ അങ്ങയുടെ തിരുസന്നിധി വ്യാപരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ചെടുത്തിക്ക് 65 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അവിടെ ബഹളം ഉണ്ടാക്കി അവർ ഉടമ്പടി ചെയ്തതിന് ശേഷം ഇവർ നിന്ന് പറയുകയാണ്, ഇത് എങ്ങനെ പാലിക്കാൻ പറ്റുമെന്ന്. ഇതാണ് സംഭവം. അപ്പോൾ പല അണ്ണന്മാരും ചില ആൾക്കാരും ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണത് അമ്മ പ്രസവിക്കണം, ഞാൻ ഇടയ്ക്ക് പറയല്ലേ, പശു പ്രസവിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് എഴുതിയിടണ പോലെ എന്തോ കലാപരിപാടിയാണെന്ന് വിചാരിച്ചാൽ വെറുതെ ആലപ്പുഴ വന്ന് പണി മേടിക്കരുത്. നിങ്ങൾ ദൈവവുമായിട്ട് ഈ ജീവിതത്തിൽ ആദ്യമായിട്ടും ദൈവം ഒരു വ്യക്തി നിങ്ങളെ ദൈവം തന്നോട് ഉടമ്പടി ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ വിളിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്താണ്? നമ്മുടെ ഭാഗത്ത് റെസ്പോൺസ്, വി ഇൻവെസ്റ്റ് ഫെയ്ത്ത് അപ്പോൺ ദി കവനൻറ്റ്. നമ്മൾ ആ ഉടമ്പടിയിൽ നമ്മൾ നിക്ഷേപിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസം, പെർസീവിങ് ഫെയ്ത്ത്, നീണ്ടു നിന്ന വിശ്വാസത്തിന് നമ്മൾ വിശ്വസ്തതയെന്ന് പറയും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയോട് ഉടമ്പടി ചെയ്ത് എനിക്ക് വിശ്വാസത്താലും വിശ്വസ്തതയാലും എബ്രാഹത്തെ പോലെ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മളുടെ വിഷയം ഉടമ്പടിയുടെ ഗുണഭോക്താക്കളാണ്. ഉടമ്പടിയുടെ രീതി അറിയാമല്ല. ദൈവം ഒരു ഉടമ്പടി ചെയ്താൽ ആ വ്യക്തി ഏത് കാലാവസ്ഥയിൽ പോയാലും, അയാൾ ഒരു കാലത്ത് തെണ്ടിപ്പോയാലും ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവരും. അത് ദാവീദിനോടാണ് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ ദാവീദാണ്. അയാൾക്ക് അബദ്ധങ്ങൾ സംഭവിച്ചെന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുതാപം തൻ്റെ അബദ്ധത്തെക്കാൾ വലുതായിരുന്നു ദാവീദിൻ്റെ അനുതാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ എക്സോർവായി ആരായാലും ചിലപ്പോൾ ജീവിതം അബദ്ധത്തിലായിരിക്കാം. പക്ഷേ നമുക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. നിന്റെ അബദ്ധത്തെക്കാൾ വലുതായിരിക്കണം നിന്റെ അനുതാപം എന്ന് ആത്മാവ് ആവശ്യപ്പെടുന്നു. കൈയിട്ടിച്ച് കർത്താൻ പാട്. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിയമാവർത്തനം 7:12 അതായത്
നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ വിശ്വസ്തത പാലിച്ചാൽ കർത്താവ് നിങ്ങളോട് ചെയ്തിട്ടുള്ള ഉടമ്പടിയും പാലിക്കും. അതാണ് വിഷയം. ഒരു പക്ഷേ ഒരു തകർച്ച ചില സമയത്ത് ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു തകർച്ചയൊക്കെ വരാൻ പാടില്ലെന്നൊന്നുമില്ല. പക്ഷേ എങ്ങനെ തകർന്നാലും ചിലർ ആ ഒരു ചെറിയ തകർച്ചയോട് കൂടി വേണ്ടൊന്നുമില്ല, ഒരു ജപ്തി നടപടി ഇടയ്ക്ക് കയറി വന്നാൽ മതി, അപ്പോൾ തന്നെ നിങ്ങളെ പമ്മാൻ തുടങ്ങും. എൻ്റെ അനുഭവത്തിൽ ഒരു 50% ഉടമ്പടി ഞാൻ ഇന്നാളും പറഞ്ഞിരുന്നു. ഞാനാണ് ഓഫീസിൽ ഇരിക്കണമെങ്കിൽ ഈ വന്നിരിക്കുന്നതിൽ 100 പേര് വന്ന 50 പേരെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കത്തില്ല. എന്താ കാര്യം? അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. നാളെ കാലങ്ങളിൽ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ നെഗറ്റീവ് സംഭവിച്ചാൽ അവരെ പമ്മി കർത്താവിനോട് ചെയ്ത വാഗ്ദാനങ്ങളിൽ നിന്നും ആ നിബന്ധനകളെ അനുസരിക്കുന്നതിൽ നിന്നും അവർ പതുക്കെ മാറും. എന്നിട്ട് അവർ ദൈവത്തോട് ചോദിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വായും പൊളിച്ച് കണ്ണും തുറച്ച് മേലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ദിസ് ഇസ് റോങ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി കാലഘട്ടങ്ങളിലെ നിന്റെ പരിപാലനയുടെ ഭാഗമായി എന്റെ അനുഭവങ്ങൾ പ്രതികൂലമായാലും പിടിച്ചു നിൽക്കാൻ പറ്റിയ വിശ്വസ്തതയാൽ എന്നെ ഇപ്പോഴഭിഷേകം ചെയ്യണം. ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു, ഏറ്റവും വലിയ ഉടമ്പടി ദൈവം ചെയ്തത് ദാവീദുമായിട്ടാണ്. എന്തങ്ങനെ പറയാൻ കാര്യം? രക്ഷകനെ വാഗ്ദാനം ചെയ്തത് ദാവീദിനോടാണ്. അതിന് ദാവീദ് മറുപടി പറഞ്ഞത്, കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിലെ സ്വന്തം ഭാര്യ അനുവദിക്കാതിരുന്നിട്ട് പോലും എല്ലാം മറന്ന് അയാൾ നൃത്തം ചെയ്യുകയാണ് ചെയ്തത്. അയാളുടെ നൃത്തത്തിൻ്റെ കാരണങ്ങൾ ചോദിച്ചപ്പോഴേ രാജാവ് പറഞ്ഞു, ഞാൻ ഇടയ ബാലനായിരുന്നു, എന്നെ എൻ്റെ കർത്താവാണ് തൻ്റെ രാജ്യത്തിൻ്റെ ഓഹരിക്ക് എന്നെ അവകാശിയാക്കിയത്. ഇപ്പോഴെന്നോട് പറയുന്നു എൻ്റെ വംശത്തിൽ നിന്നായിരിക്കും രക്ഷകൻ ജനിക്കുക. പിന്നെ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഞാൻ ഇനിയും സന്തോഷിക്കുമെന്ന് പറയും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിനിടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. കാര്യം ബത്ശേബയോട് ദാവീദ് പറഞ്ഞായിരുന്നു, നിൻ്റെ ഭർത്താവിനെ ഞാൻ കൊന്നു. എൻ്റെ ഒരു മാനസികാവസ്ഥയായിരുന്നു. ഇന്നെനിക്ക് താങ്ങാനാവാ ദുഃഖമുണ്ട്, പക്ഷേ നിന്നെ ഞാൻ സന്തോഷിപ്പിക്കും. അന്ന് നമ്മൾക്ക് വേണ്ടി പിറന്ന കുഞ്ഞിനെ ആയിരിക്കും ഞാൻ രാജാധികാരം കൊടുക്കുക. അത് ബത്ശേബയോട് ചെയ്ത വാക്കാണ്. അത് അബ്സലോം അറിഞ്ഞത് കൊണ്ടാണ് ദാവീദിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി അബ്സലോം വടിതടി ആയുധങ്ങളുമായിട്ട് ദാവീദിനെ ഓടിച്ചിട്ടതും ദാവീദ് നാട് വിട്ടു പോകേണ്ട അവസ്ഥ വന്നതും. ഇത് ഉടമ്പടി കാലത്ത് തന്നെ സംഭവിക്കുന്ന വിഷയങ്ങളാണ്. ഉടമ്പടി കാലത്ത് ഇങ്ങനെ പല കാര്യങ്ങളും ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്നേക്കാൾ നെഗറ്റീവായിട്ട് സംഭവിച്ചാലും, അപ്പോൾ ഹൂഷായി എന്നൊരാൾ ഉടനെ ദാവീദിങ്ങനെ അബ്സലോം ഓടിച്ചിട്ട് ജനങ്ങളും പട്ടാളവും എല്ലാം അബ്സലോമിൻ്റെ കൂടി ദാവീദിൻ്റെ കൂടെ അവസാനം കരിയുമ്പോൾ വരാൻ കയ്യിൽ പോലെ 5-8 പേരെ ഉണ്ടായുള്ളൂ. അയാൾ ഒലിവുമലയുടെ മുകളിൽ കൂടി ഓടി രാജ്യം വിട്ടു പോകുന്ന സമയത്ത് എപ്പോഴും ഈ ഷേമായി എന്ന് പറഞ്ഞ സാവൂളിൻ്റെ ബന്ധു ഇയാളെ കല്ല് പെറുക്കി എറിയും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇന്നലെ വരെ രാജാവായിരുന്നവനെ ഇന്നൊരു പ്രജ കല്ല് പെറുക്കി എറിയും. അടുത്തുകൊണ്ട് ഹൂഷായി കൂടാന്നിട്ട് ഹൂഷായി പറയും, യജമാൻ നീ ചത്തപ്പെട്ട തല ഞാൻ എടുക്കുമെന്ന് പറയും. അപ്പോൾ ദാവീദ് പറയാം, അടങ്ങുക, കർത്താവായിരിക്കും ചിലപ്പോൾ അവരോട് പറയണത് കല്ലുവർക്ക് എറിയാൻ പറഞ്ഞത്. പിന്നെ കർത്താവ് പറഞ്ഞാൽ എനിക്കെങ്ങനെ എതിര് പറയാൻ പറ്റും? കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ. നീ ദൈവത്തിൻ്റെ പരിപാലനയുടെ സമയം വരെ നീ കാത്തിരിക്കണം. എന്താ കാര്യം വെച്ചപ്പോൾ ദാവീദിൻ്റെ കാര്യം കണ്ടേ. 2 നിയമാവർത്തനം 2 സാമുവേൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 2 സാമുവേൽ 15-20. ശ്രദ്ധിക്കട്ടെ. സാമുവേൽ 15-20.
ഇന്നലെ മാത്രം എത്തിയ നീ എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത എന്നോടൊപ്പം അലയുകയോ? ഇതാണ് ഹൂഷായോട് പറയണതാണ്. ഹൂഷായി ഇങ്ങനെയുടെ ഒരു സ്വന്തക്കാരനായിരുന്നു ദാവീദിൻ്റെ. പക്ഷെ ഹൂഷായി ഭയങ്കര വിശ്വസ്തനാണ്. ദാവീദിൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു. ദാവീദിൻ്റെ ഉപനാരികളെ മട്ടുപ്പാവിൽ വെച്ച് അബ്സലോം പരസ്യമായിട്ട് വ്യഭിചരിച്ചു. അങ്ങനെ ദാവീദിന് ഒരു വിലയും നിലയുമില്ലാതെ റെഡ്യൂസിൻ്റെ -ആയിട്ട് വരികയാണ്. അങ്ങനെ അവൻ തലയെ തുണിയിട്ട് ഞാൻ രാജാവല്ലേ, നാട്ടുകാരെ കല്ലെറിയുമ്പോൾ ഞാൻ രാജാവല്ലേ എന്നറിയാതിരിക്കാൻ വേണ്ടി ഒരു തുണി കൊണ്ട് മുഖം മൂടിക്കൊണ്ടാണ് ഈ മനുഷ്യൻ ഓടണത്. പക്ഷേ ഈ ഹൂഷായി എന്ന് പറഞ്ഞ വിശ്വസ്തൻ ഇവൻ്റെ പുറകെ ഓടും. കാരണം ആരെല്ലാം നിന്നെ പിരിഞ്ഞാലും നീ ഒറ്റയായാലും ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയും. അതാണ് ഹൂഷായി. അപ്പോൾ അതാ ആ ഹൂഷായിയോട് ദാവീദ് പറയുന്ന മറുപടിയാണ്. അഗൈൻ റീഡ് ഇറ്റ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. സഹോദരന്മാരെയും കൂട്ടി തിരിച്ചു പോവുക, കർത്താവ് നിന്നോട് ദയയും വിശ്വസ്തതയും 2 സാമുവേൽ 10:15-20 പറയുന്നത്, ഇന്നലെ മാത്രം വന്ന നീ എങ്ങോട്ട് പോകണമെന്നറിയാതെ. അപ്പോൾ രാജകൊട്ടാരത്തിലേക്ക് പുള്ളി ചാർജ് എടുത്തതിൻ്റെ ദിവസം തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള പടയുണ്ടായത്. അത് ഇന്നലെ മാത്രം വന്ന നീ എങ്ങോട്ടാണ് പോകണമെന്നറിയാത്ത എന്നോട് കൂടി എന്തിനാണ് വരണത്? അതൊക്കെ ഉടമ്പടിയുടെ ആളാണ് ഈ ദാവീദ്. ദാവീദിനോട് ഉടമ്പടി ചെയ്തതാണ്. പക്ഷെ ഒരു നിമിഷം ദാവീദിൻ്റെ ജീവിതത്തിലും താൻ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ പാടില്ലാത്ത നിമിഷമുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞ് ദാവീദ് പറയുന്ന ഹൂഷായോട് പറയും, നീ ഇപ്പോഴ് രാജകൊട്ടാരത്തിലേക്ക് പോവുക എന്ന് പറയും. അത് പരിശുദ്ധാത്മാവും. നമ്മൾ തലയെ തുണിയിട്ടാലും നാട്ടുകാർ നമ്മളെ കല്ലെറിഞ്ഞാലും അതുപോലെ തന്നെ നമുക്ക് വിശന്നാലും നമ്മുടെ പരിശുദ്ധാത്മാവും നമ്മളെ വിട്ടു പോകത്തില്ല. അതൊന്ന് തിരിച്ചറിയണം. കൈ എട്ടിച്ച് കർത്താൻ സുഖല്ലേ. ദാവീദ് പെട്ടെന്ന് ഹൂഷായിക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. കാര്യം ദാവീദിന് വിശക്കുന്നുണ്ട്, തളർന്നിരിക്കുന്നു. ഭയങ്കര പൊരുവെയിലിൽ 45 ഡിഗ്രി ചൂടിൽ പൊള്ളുന്ന പാറപ്പുറത്ത് കൂടി ജീവിതം കൊണ്ട് ഓടി രക്ഷപ്പെടാൻ പോകുമ്പോൾ ഹൂഷായോട് പറയണതാണ്. എന്താ പറയണത്? നീ എൻ്റെ കൂടെ വരണ്ട. ഇന്നലെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് പോലും എനിക്കൊരു പിടിയുമില്ല. ഞാൻ നശിച്ചാലും നീ രക്ഷപ്പെടണം. നീ ഇപ്പോഴ് രാജകൊട്ടാരത്തിലേക്ക് പോകാൻ പറഞ്ഞു. പക്ഷെ നമുക്കറിയാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെ രാത്രികൾ ചില സമയത്ത് വരും. പക്ഷെ എന്നും രാത്രി ആകത്തില്ല, പ്രഭാതം വരും. ഈ പ്രഭാതം വരെ കാത്തിരിക്കണ കാവൽക്കാരാണ് ഉടമ്പടിയുടെ പ്രയോക്താക്കൾ. കൈയടിച്ച് കർത്താൻ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ മക്കളെ എന്നെ ശ്രദ്ധിക്കുക. കർത്താവ് എന്നോട് സംസാരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വചനത്തിന്റെ കവാടങ്ങൾ അച്ഛനിലൂടെ ഞങ്ങൾക്ക് തുറന്നു കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം ജനങ്ങളെ വിശുദ്ധീകരിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ സഹോദരൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നൽകാൻ ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ പറഞ്ഞു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ രോഗമായാലും കഷ്ടപ്പാടായാലും കടമായാലും നിങ്ങൾ ഉടമ്പടിയിലാണ് നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വിട്ടുപോകത്തില്ല. നിങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ മനസ്സിൽ വരുന്ന പോംവഴികളുമെല്ലാം ദൈവനിവേശിതമായിരിക്കും. ആ ദൈവനിവേശിതമായ പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാടോടുകൂടിയാണ് ദാവീദ് ഹൂഷായോട് പറയണത്, നീ വേഗം അബ്സലോമിൻ്റെ അടുത്ത് പോയിട്ട് എങ്ങനെയാണോ നിൻ്റെ അപ്പനെ ഞാൻ ശുശ്രൂഷിച്ചത് അതുപോലെ മകനായി ഞാനും നിന്നെ ശുശ്രൂഷിക്കുമെന്ന് അബ്സലോമിനോട് പറയുമ്പോൾ നിന്നെ അബ്സലോം നിൻ്റെ അവൻ്റെ കൂടെ നിർത്തും. എന്നിട്ട് നീ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് രഹസ്യമായി വിവരം തരണം, നമ്മളൊരു ദിവസം കാണുമെന്ന് പറയും. അതാണ് സംഭവം. ആ ഒറ്റ തീരുമാനത്തിലാണ് ദാവീദ് തിരിച്ചു വരണത്. പക്ഷെ പിന്നീട് നടന്ന എല്ലാ കാര്യങ്ങളും ദാവീദ് ഈ ഹൂഷായി മുതൽ അറിഞ്ഞിട്ട് ദാവീദ് തന്നെ പോയി ദാവീദിൻ്റെ കൈവശം കുറച്ച് കഴിയുമ്പോൾ പട്ടാളക്കാർ വരാൻ തുടങ്ങും.
പലതരത്തിലുള്ള പട്ടാളക്കാർ. പിന്നെ അബ്സലോമിനെ തുരത്തി അവിടെ താമസിച്ച് വീണ്ടും ദാവീദ് രാജാവാകുമ്പോഴേ ഈ ഹൂഷായി പ്രധാനമന്ത്രിയാവും. അതാണ് പ്രശ്നം. അപ്പോൾ എല്ലാവരും വിചാരിക്കണം നിങ്ങളെ പരാജയപ്പെട്ടിട്ടില്ല. ഇപ്പോഴുള്ള പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പരാജയപ്പെടാതിരിക്കാം, പക്ഷേ ദൈവം നിങ്ങളെ പരാജയപ്പെടുത്തിയിട്ടില്ല. സുവിശേഷത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ല. കൈ ഇട്ടിച്ച് കിടന്നിട്ട് ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഞാൻ ആ സുവിശേഷത്തിന് വേണ്ടിയാണ്, വിശ്വസ്തത്തിന് വേണ്ടിയാണ്, വിശ്വസ്തതയ്ക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ല. കൈ അടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഒരുമിച്ച് സ്വരത്തിൽ പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, രണ്ടാമത്തെ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയണത്, നിങ്ങൾക്ക് എപ്പോഴും ഒരു വോൾട്ടേജ് നഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോകാതെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഉടമ്പടി ജീവിക്കുന്നുള്ള കാലം ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പളിച്ച വന്നാലും നമ്മൾക്ക് അവിശ്വസ്ത വന്നാലും ദൈവം 2 തിമോത്തി 2:13 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഈ തന്നെ തന്നെ നിഷേധിക്കാൻ സാധ്യമല്ലാത്ത കൊണ്ട് നീ ദൈവമായിട്ടുള്ള കണക്ഷൻസ് നീ തൽക്കാലത്തേക്ക് നഷ്ടപ്പെട്ടാലും ദൈവം തൻ്റെ കണക്ഷൻ നഷ്ടപ്പെടുത്തത്തില്ല, ഫീസ് ഊരത്തില്ല. നമ്മൾ ചിലപ്പോൾ ഫീസ് വരും. അതെപ്പോഴും അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ അവസാനം വിശന്ന് കുരഞ്ഞ് തല കറങ്ങി ഈ ഒലിവ് മല ഇറങ്ങി വരുന്ന ഒരു സാവൂളിന് അല്ല ദാവീദിനെ വചനം പറയുന്നുണ്ട്. ഭയങ്കര രസമാണ്. ദാവീദിങ്ങനെ 10-12 ആൾക്കാരുമായിട്ട് ഇങ്ങനെ തകർന്ന് വരികയാണ്. ഹൂഷായിനെ പറഞ്ഞ് വിട്ടതിന് ശേഷം പിന്നെ മുമ്പോട്ട് പോയിട്ട് ഒലിവ് മല ഇറങ്ങി വരുമ്പോൾ സീബ എന്ന് പറഞ്ഞൊരു വിശ്വസ്തം വരും. അതാണ് വിഷയം. നിന്നെ ടോട്ടലായിട്ട് നിൻ്റെ ദൈവം അബാൻഡൻ ചെയ്യത്തില്ല. ഞാൻ നിന്നെ ഒരു കാരണവശാലും തള്ളിക്കളയത്തില്ല. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ഒലിവ് മല ഇറങ്ങി വരുമ്പോൾ കുറേ കഴുതപ്പുറത്ത് അതായത് കുറേ കൊട്ടയും കൊണ്ടാണ് സീബ വരണത്. അപ്പോൾ ദാവീദ് സീബയോട് ചോദിക്കും, ക്ഷമല്ലേ, എന്താണ് നിൻ്റെ അകത്ത്? അപ്പോൾ സീബ പറയും, നിനക്കും നിൻ്റെ സഹോദരങ്ങൾക്കും വിശക്കുന്നുണ്ട്, അന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. അത് കാരണം മുന്തിരി അടകളും വീഞ്ഞും കൊണ്ട് നിന്നെ സൽക്കരിക്കാൻ ഞാൻ വന്നതാണ്. നമ്മൾ എങ്ങനെ ആയാലും ദൈവം തൻ്റെ പരിപാലന വിശ്വസ്തയിലും മാറി നിൽക്കത്തില്ല. എന്തെങ്കിലും ഒരു ചരട് നിനക്കിട്ട് തരും. ദൈവത്തിൻ്റെ കയ്യിൽ ഒത്തിരിയേറെ വാതിലുകളുണ്ട്. അതുകൊണ്ട് എപ്പോൾ എൻ്റെ സഹോദരങ്ങൾ നിങ്ങൾ നിരാശപ്പെടാതിരിക്കാനാണ്
കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയണത്. സീബ കുറേ സമയം അത്തിയട, നമുക്കറിയാമല്ലേ, വിശുദ്ധ ഞാൻ മലയാറ്റൂർ മല കയറിയപ്പോൾ ഞാൻ തളർന്ന് വല്ലാത്ത അവസ്ഥയിൽ ഒരു തലപ്പോച്ചിൽ പോലെ വന്ന്, അപ്പോൾ അവിടെ കന്യാസ്ത്രീ കൊണ്ടുവന്ന് ഞാൻ ഇരിക്കണ കണ്ട് എനിക്കിത്തിരി കഞ്ഞി തന്നു. ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ഓക്കെയായി. കാരണം ടൈം അതാണ് ശരിക്കും, ഒരു 1-1:30 മണിയായി. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട് എവിടെ നിന്ന് ഇത്തിരി വെള്ളം കിട്ടുമെന്ന്. കാര്യം പെരുന്നാൾക്കാലത്തല്ല ഞാൻ പോയത്. അവിടെ മലമുകളിൽ ആൾക്കാരൊക്കെ ശുശ്രൂഷകരൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെയാണ് സാവൂൾ ദാവീദിന് സംഭവിച്ചത്. ഇത് ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ്. നീ ദൈവം നിന്നെ കൈവിട്ടെന്ന് സ്വപ്നത്തിൽ പോലും പറയരുത്. എന്താ കാര്യം? അതാണ് 13 പറയണത്, ഹെബ്രായ 13 പറയണത്. ഒരു കാരണവശാലും ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹെബ്രായർ 13:5. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് സംഭവം. അതുകൊണ്ടാണ് സീബാനെ വിട്ടത്. ഇവരെല്ലാവരും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് അത്തിയടകൾ 20 അത്തിയട, അതിൻ്റെ ഇരട്ടി മുന്തിരി അടകൾ, പിന്നെ അപ്പം, പിന്നെ 12 ജാറ് വീഞ്ഞ് എല്ലാം കൊണ്ടാണ് വരണത്. ആ സിറ്റുവേഷൻ മനസ്സിലാക്കണം. സീബ ദൈവത്തിൻ്റെ പരിപാലന, അതായത് മനുഷ്യൻ കൈവിട്ടാലും, സ്വന്തം മക്കൾ അബ്സലോം ഉൾപ്പെടെയുള്ള മക്കൾ കൈവിട്ടാലും നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൈവിടത്തില്ല. കൈയടിച്ച് കർത്താൻ. സങ്കീർത്തനം 5-ാം തിരുവചനം. സങ്കീർത്തനം 23:5. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. അബ്സലോം ഉൾപ്പെടെ സ്വന്തം കുടുംബത്തിലുള്ളവരെല്ലാം ശത്രുക്കൾ. സാവൂളിൻ്റെ കുടുംബക്കാർ ശത്രുവായത് കൊണ്ടാണ് ക്ഷേമായി വന്നു നിന്നെ കല്ലെറിഞ്ഞത്. അപ്പം സാവൂളും പഴയ രാജാവും അയാളുടെ കുടുംബക്കാരും സ്വന്തം മകനെ അബ്സലോവും ഇവനെ നാട് കടത്തുന്ന സമയത്ത് പോലും ആ ശത്രുക്കളെല്ലാം കാണിക്കേ അവിടുന്ന് എനിക്ക് വിരുന്നിരിക്കും. ഇതൊരു ഭയങ്കര ഹോപ്പാണ്. എല്ലാവരും നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവരും നിന്നെ സന്ധിക്കുമെന്ന് പറഞ്ഞവരും നിനക്ക് പ്രത്യാശ നൽകിയവരും ഒരു നിമിഷം നിൻ്റെ ശത്രുവായി മാറിയാലും നിന്നെ കൈവിട്ടാലും നിൻ്റെ ജീവിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ദൈവം ഉണ്ട്. ഇതുപോലെ നമ്മൾ കൃപയുടെ കാലത്ത് പോലും, വസന്തത്തിൻ്റെ ആത്മാവിൻ്റെ വസന്തകാലത്ത് പോലും മഴ പെയ്യുകയും ഉണ്ണികൾ അളന്നു പോവുകയും ചെയ്യണത് എന്തുകൊണ്ടാണ് ദാവീദിൻ്റെ ഭവനത്തിലെ ഇത്രയും വലിയ ക്ലേശങ്ങളുടെ ഒരു കാലം വന്നത്? കാര്യം ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഉടമ്പടിക്കാലം കൃപയുടെ കാലമാണ്. കൃപയുടെ കാലത്ത് ഇത് നാളെ മാറിപ്പോവുകയും അതേസമയം തന്നെ നീ സീറോ ആകുകയൊക്കെ ചെയ്യും. കാര്യം ഇന്ന് നീ കാണിക്കുന്ന ദൈവസ്നേഹം, ഇന്ന് നീ ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തത, ഇന്ന് നീ കാണിക്കുന്ന സൽപ്രവൃത്തികൾ, ഇന്ന് നീ കാണിക്കുന്ന വിശ്വാസം നാളെ ചിലപ്പോൾ നിൻ്റെ സാഹചര്യത്തിൽ നിനക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. അപ്പം അങ്ങനെ വരേണ്ട കാലത്ത് സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ ആർജിക്കുന്ന ആത്മീയ ആസ്തികളായിരിക്കും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ, ആസ്തി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് അവർ ഓൺ എക്സ്പീരിയൻസ്. നമ്മളുടെ അനുഭവങ്ങളാണ്. ദൈവം വ്യത്യസ്തങ്ങളായ പ്രതികൂല അനുഭവങ്ങൾ നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? സ്വന്തം അനുഭവത്തിലൂടെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26-27. നടപടി പുസ്തകം 17:26-27. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. വിഭിന്ന കാലം. അതെ, അടുത്തത്. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും, ഇത് ഏറ്റു പറഞ്ഞ ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനൊരു കാലാവസ്ഥ ഭേദമുണ്ടായാൽ ഓർക്കേണ്ട ഇതാണ്, ദൈവം അനുഭവം തരാൻ പോണെന്നതിൻ്റെ അർത്ഥം. മക്കളെ മനസ്സിലായോ? എന്തെങ്കിലും ഒരു പ്രതികൂല കാലാവസ്ഥ ഉണ്ടായാൽ യു ക്യാൻ എക്സ്പെക്റ്റ് ആൻ എക്സ്പീരിയൻസ്. എന്തെങ്കിലും പ്രതികൂലമായ ഒരു ജീവിതാവസ്ഥ നിനക്കുണ്ടായാൽ നിനക്കറിയാം
ബ്ലെസ്സിങ്, അതായത് ഒരു അനുഗ്രഹം നിൻ്റെ മുമ്പിലുണ്ടെന്ന് അർത്ഥം. ഇതൊരു പ്രത്യാശയ്ക്ക് വേണ്ടി ഞാൻ വേഗമായിട്ട് നിങ്ങളെ സൂചിപ്പിക്കുകയില്ല. ദിസ് ഈസ് ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. ഇത് ദൈവപരിപാലനയുടെ ഒരു നേച്ചറാണ്. അതായത് എന്തെങ്കിലും ഇപ്പോൾ സന്ധ്യയിൽ കരച്ചിൽ വന്നാൽ ജീവിതകാലം മുഴുവൻ സന്ധ്യയും ജീവിതകാലം മുഴുവൻ കരച്ചിലുമായിരിക്കത്തില്ല. പ്രഭാതത്തിൽ സന്തോഷം ഉണ്ടാകുന്നു. കൈ ഇടിച്ച് കർത്താവില്ലേ. എന്താ ഈ സ്വന്തം അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊക്കെ ജീവിക്കുന്നത് വേറെ ആരുടെയോ അനുഭവത്തിലാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയണത് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം അനുഭവത്തിലല്ല, വേറെ ആരുടെയോ അനുഭവത്തിലാണ്. നിങ്ങളുടെ അപ്പൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ നിങ്ങളെ കാറ്റഗിസം പഠിപ്പിച്ച സാറിൻ്റെയോ അനുഭവത്തിൽ നിന്നാണ്. ഇത് നമുക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റത്തില്ല. കണ്ടവൻ്റെ എക്സ്പീരിയൻസ്, കണ്ടവൻ്റെ അനുഭവങ്ങൾ ആരായാലും അവരുടെ അനുഭവങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുന്നാൽ നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് ദൈവം നമ്മോട് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ അനുഭവിക്കാനോ പറ്റാത്തത് കൊണ്ടാണ് ബൈബിള് 17:26 നടപടി പുസ്തകം പറയണത് ഇങ്ങനെ കാലങ്ങൾ മാറി വരുന്നതിൻ്റെ കാരണം. ദാവീദിനുണ്ടായ പോലെ കാലങ്ങൾ മാറി വരുന്നതിൻ്റെ കാരണം യു മസ്റ്റ് എക്സ്പീരിയൻസ് യുവർ റെഡീം ഗോഡ് ബൈ യുവർ എക്സ്പീരിയൻസ്. നിൻ്റെ അനുഭവത്തിലൂടെ ദൈവത്തെ നീ അനുഭവിക്കണം. അത് ഒരു പരിപാലനയുടെ ഭാഗമാണ്. ആ അനുഭവമാണ് ദാവീദിനുള്ളത്. ദാവീദ് സംഗീതത്തിൽ എഴുതുന്നത് എന്താണ്? ശത്രുക്കൾ കാണുകെ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകയാണ്. അതെന്താ കാര്യം എന്നറിയാമോ? പാനപാത്രം ഒരിക്കലും ഈ ശത്രു ഒത്തുതീർപ്പിലെത്തുന്നത് വരെ ഇസ്രായേലിൻ്റെ ചരിത്രവും സംസ്കാരവും പരിശോധിച്ചാൽ ഒരു മനുഷ്യൻ ഒരാൾക്ക് ഉപചാരം കൊടുത്തിട്ട് നമ്മുടെ നാട്ടിൽ വീട്ടിലെ ഒരാൾ വരുമ്പോൾ നമ്മൾ ചായ കൊടുക്കത്തില്ലേ? അപ്പോൾ അവർ വൈനാണ് കൊടുക്കുന്നത് യഹൂദന്മാർ. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ വടിവാൾ കൊണ്ട് വെട്ടാൻ ഓടിച്ചിട്ട് അവൻ നമ്മുടെ വീട്ടിൽ കയറുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഉടനെ വീട്ടുകാരന് ഉടനെ അവന് വൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ സംസ്കാരം വെച്ച് കഴിഞ്ഞാൽ അവൻ കുടിച്ച് തീരണവരെ അവനെ തൊടാൻ പാടില്ല. ആ സമയത്ത് ഈ വീട്ടുകാരൻ പുറത്ത് വന്നിട്ട് അവന് നിരതദ്രവ്യം കൊടുത്തിട്ട് ഇവൻ്റെ ജീവൻ രക്ഷിക്കും. അതുകൊണ്ടാണ് ദാവീദ് പറയണത്, ശത്രുക്കൾ കാണുകെ എനിക്ക് വിരുന്നൊരുക്കി എൻ്റെ പാനപാത്രം. കാര്യം അതൊരിക്കലും, അതായത് ദാവീദിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ഈ ശത്രു തളരുന്നവരെ പാനപാത്രത്തിലേക്ക് ദൈവം ഇങ്ങനെ ഒറ്റയും പെട്ടയുമായിട്ട് അനുഗ്രഹങ്ങൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെ നിനക്ക് വരേണ്ട കാലം ടോട്ടലി ഡ്രൗട്ടായിട്ടുള്ള കാലം നിനക്കുണ്ടാവത്തില്ല. നീ ഉടമ്പടിയിലാണ് ദൈവപൈതലെ. അതുകൊണ്ട് തന്നെ ഇടക്കും തലക്കുമൊക്കെ യു വിൽ ഫീൽ ദ പ്രസൻസ്. അതായത് നിന്നെ വിളിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം നീ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. ഞാൻ സാക്ഷ്യം, അതായത് ഇവർ ഒരു പ്രത്യേക പ്രതിസന്ധി ചെന്നപ്പോൾ പെട്ടെന്ന് ഇവർ നിസ്സഹായമായി വിളിച്ചു, അമ്മേ നീ ഇവിടെ എങ്ങാനും ഉണ്ടോ അമ്മേ എന്ന് ചോദിക്കും. ആ സെക്കൻഡിന് സുഗന്ധം പരക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്വന്തം അനുഭവത്തിലൂടെ നീ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. സ്വന്തം അനുഭവത്തിലൂടെ ഒരു കാരണവശാലും എല്ലാം പോയി. അതുകൊണ്ട് ചിലർ ഉടമ്പടി ഉഴപ്പത്തില്ലേ? എന്തെങ്കിലും 2 തട്ട് കിട്ടിക്കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഉടമ്പടി ഉഴപ്പും. ആ ഉഴപ്പുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്നാൽ ഈ അവിശ്വസ്തതയുടെ പ്രശ്നം ഉണ്ടാകും. അവിശ്വസ്തതയുടെ കാര്യം ഈ നമുക്ക് വിശ്വാസമല്ല ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത്. പെർസ്വേറിങ് ഫെയ്ത്ത് എന്ന് പറയുന്ന തുടർ വിശ്വാസം എന്ന് പറയുന്ന വിശ്വസ്തതയാണ് ഉടമ്പടിയിലെ ഇന്ധനമെന്ന് പറയണത്. അപ്പോൾ ഇതുപോലെ ഇടക്കും തലക്കിടക്ക് തട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പ്രേയറും സൽപ്രവൃത്തികളും ഒക്കെ നിർത്തിയിട്ട് നിങ്ങൾ ചുരുണ്ട് കൂടരുത്. കാര്യം എൻ്റെ കർത്താവ് ഇന്ന് അല്ലെങ്കിൽ നാളെ എന്നെ ലിഫ്റ്റ് ചെയ്യും, അവൻ എന്നെ ടോട്ടലായിട്ട് അബാൻഡ് ചെയ്യത്തില്ലെന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. 13:5 നമ്മൾ വായിച്ചത് അതാണ്. ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ പരിത്യജിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. നമ്മൾ വിശ്വസിക്കുന്നത് ഇതുപോലുള്ള വാഗ്ദാനങ്ങളിലാണ്. ഇത് വാഗ്ദാനമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ 8810 വാഗ്ദാനങ്ങൾ. അതിലൊന്നാണ് ഞാൻ ഒരു കാരണവശാലും അറ്റ് എനി കോസ്റ്റ് ഞാൻ നിന്നെ ഐ വിൽ നോട്ട് അബാൻഡൻ യു.
അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇപ്പോൾ കല്യാണക്കാര്യം വന്നോ, അത് പോയി അന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ഒത്തിരി പല കല്യാണക്കാര്യങ്ങളും നടക്കാതെ ഇത് വന്നപ്പോൾ നമ്മൾ ഒത്തിരി സന്തോഷിച്ച് നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാരണമില്ലാതെ ആ സംഭവം നടന്നുപോയി. അപ്പം നമുക്ക് സങ്കടമായി. അപ്പം നിൻ്റെ സങ്കടവും ഫ്രസ്ട്രേഷൻസ് തീർക്കാൻ അടുക്കളയിൽ വന്ന് അമ്മയോട് പറയും, ഇനി ഒരു പട്ടിയുടെ മുമ്പിൽ ഞാൻ പോയി നിൽക്കത്തില്ലെന്ന് പറയും. അപ്പം അമ്മയ്ക്ക് മനസ്സിലാകും നിൻ്റെ സങ്കടം കൊണ്ടാണ് നീ ഇങ്ങനെ പറയണമെന്ന്. അതായത് ഇങ്ങനെയുള്ള സമയത്ത് സമീപനം പാലിക്കണം. എന്താ കാര്യം എന്നറിയാവോ? ദൈവം തിരഞ്ഞെടുത്ത ആൾ വരുന്നില്ലെന്നാണ് എൻ്റെ അർത്ഥം, വേറെ ഒന്നുമില്ല. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെ അതായത് ജാൻസി ആൻ്റണി എന്നും പറഞ്ഞൊരു സാക്ഷ്യം ഉണ്ടായി. ജാൻസി ആൻ്റണിയുടെ സാക്ഷ്യം സർക്കാസ്റ്റിക് സാക്ഷ്യമാണ്. എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി ഇങ്ങനെ കത്തിച്ചൊലിച്ച് കേരളം മുഴുവനും ലോകം മുഴുവൻ നിൽക്കുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഇടപെടലാണ്. ജാൻസി ആൻ്റണിക്ക് എന്താ കുഴപ്പം? അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ കുട്ടി ട്യൂബിലായിപ്പോയി. ട്യൂബിലായി കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര കാര്യം. ഡോക്ടർ പറഞ്ഞ് ട്യൂബിലായി കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒന്നുകിൽ ട്യൂബ് കട്ട് ചെയ്യണം അല്ലെങ്കിൽ അബോർട്ട് ചെയ്യണം, 2 ഓപ്ഷൻസേ ഉള്ളൂ. കുവൈറ്റിലുള്ള ഹസ്ബൻഡിനെ വിളിച്ച് ഡോക്ടർ പറഞ്ഞു, ഇതാണ് സിറ്റുവേഷൻ, ഇങ്ങനെ കിടന്നാൽ ചിലപ്പോൾ അമ്മയ്ക്ക് വരെ ദോഷമുണ്ടാവും. പണ്ടൊക്കെ എന്തുമാത്രം ഗർഭിണികൾ മരിക്കുമായിരുന്നു, ഇപ്പോഴല്ലേ മരിക്കാത്തത്. 10-50 കൊല്ലമായിട്ട് ആയ പണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ കുറേ ഗർഭിണികൾ മരിച്ച വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവർ മരിച്ചു കിടക്കുമ്പോൾ ആ കുഞ്ഞിനോട് കൂടിയാണ് മരിച്ചു കിടക്കുന്നത്. ഭയങ്കര ദാരുണമായൊരു കാഴ്ചയായിരുന്നു എൻ്റെ കുഞ്ഞുനാളിലെ. പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് മെഡിക്കൽ സയൻസ് വികസിച്ച് വന്നപ്പോൾ അങ്ങനെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റൊക്കെ വന്നപ്പോഴാണ് ഈ ഗർഭിണികളുടെ മരണം കുറഞ്ഞത്. പണ്ട് അങ്ങനെയല്ല, ഒരു അപ്പാപ്പന്മാരൊക്കെ 4 കെട്ടിയെന്നൊക്കെ പറഞ്ഞാൽ എന്താ, കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ആ ഭാര്യ മരിച്ചു പോകുമ്പോൾ അവർ വേറെ ഒരിടത്തിനെ കെട്ടും. ആ പഴയ അപ്പാപ്പന്മാരൊക്കെ ഉണ്ട്. 1900-ലും 1800-ലുള്ള അപ്പാപ്പന്മാരൊക്കെ 3-4 കല്യാണം കഴിച്ച ആൾക്കാരാണ്. അത് ഭാര്യ മരിച്ചിട്ടാണ്. അപ്പോൾ എന്തുമാത്രം അപകടത്തിൽ നിന്നാണ് നമ്മൾ ഈ കാലങ്ങളിൽ കരകയറി വന്നിരിക്കണമെന്ന് നമ്മൾ ചരിത്രം തിരിച്ചറിയണം. ഞാൻ എന്താ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇപ്പോൾ ജാൻസി ആൻ്റണിക്ക് എന്താ സംഭവിച്ചത്? ട്യൂബിലായി. അപ്പോൾ ജാൻസി ആൻ്റണി ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു, ഡോക്ടർ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ എഴുതി വേറെ ഓപ്ഷൻ ഇല്ല, ട്യൂബ് കണ്ടിച്ച് കളയണം അല്ലെങ്കിൽ കൊച്ചിനെ അബോർട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറയും, ഇല്ല ഡോക്ടറെ, അത് ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം, കിട്ടിയാൽ മതിയാകത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഡോക്ടർ പറയും, നിങ്ങൾ ഇമോഷണലായിട്ട് സംസാരിക്കുകയാണ്. ഇങ്ങനെ ഇമോഷണലായിട്ട് സംസാരിക്കണമല്ല വൈദ്യശാസ്ത്രം. അപ്പോൾ ഇവളെന്നാ ചെയ്യണം? ഉടനെ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മയമ്മയെ വിളിച്ച് പറഞ്ഞു, വീട്ടിലൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് അവസ്ഥ, എന്താ ചെയ്യേണ്ടത്. പക്ഷേ ഇവരെന്താ പറയുന്നത്? ഉടനെ അവർക്ക് ഉത്തരവുണ്ട്. അവർ പറഞ്ഞു, നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ്. ഇന്ന് ഞാൻ ഈ ഉടമ്പടി എന്തുകൊണ്ടാണ് ഈ കാലങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ വലിയൊരു പത്താഴം ഇങ്ങനെ തുറന്നിട്ട്, പണ്ട് ജോസഫ് തൻ്റെ യാക്കോബിനും മക്കൾക്കും അതുപോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും ഈ ഗോതമ്പ് വാരിക്കോരി കൊടുത്ത പോലെ കർത്താവ് നിൻ്റെ വരൾച്ചയുടെ കാലത്ത് നിന്നെ അനുഗ്രഹിക്കുകയാണ്. ഇവരുടെ പ്രശ്നം അതല്ലേ? ഇവരുടെ പ്രശ്നം എന്താണ്? അതായത് ഇവർ വന്ന ഉടനെ ഇവർ കുടുംബസമേതം അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് ഉടമ്പടി എടുക്കും. കാര്യം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സീരിയസ് വിഷയമല്ലേ, കരഞ്ഞ്. ഇപ്പം നിങ്ങളൊക്കെ ചില ആൾക്കാർ ഇടിച്ച് തല്ലി ഇവിടെ വന്ന് വെച്ചും ആലപ്പുഴയും പോകണം, അമ്പലപ്പുഴം വേണം, അളിയിലേയും കാണണമെന്ന് പറഞ്ഞ് ഉടമ്പടി എടുക്കത്തില്ലേ? അയ്യോ ദൈവമേ, നിങ്ങളുടെ കാര്യം പോക്കാണ്. അങ്ങനെ എടുക്കേണ്ടതല്ല ഇത്, അങ്ങനെ എടുക്കേണ്ടതല്ല. അതായത് നിങ്ങൾ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യുക. എനിക്ക് വേണത് ഈ നമ്മുടെ ഈ ചന്തലിലേക്ക് അതുപോലെ തന്നെ വോയേജറൊക്കെ അയക്കത്തില്ലേ ശാസ്ത്രജ്ഞന്മാർ, അതുപോലെ സൂക്ഷ്മതയോടുകൂടിയാണ് ഉടമ്പടി ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ മറന്നെങ്കിൽ പുതുക്കുമ്പോഴെങ്കിലും ഈ സൂക്ഷ്മത കാണിക്കണം. അല്ലാതെ അലപരാധികളൊക്കെ ആയിട്ട് കൂട്ടിന് വന്നിട്ട് വരണില്ലേ എന്ന് പറഞ്ഞ് ചില പിശാസുകൾ ഇവിടെ ഇരിക്കത്തില്ലേ, വരണില്ല അവിടെ പോകണ്ടേ ഇവിടെ പോകണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളെ പ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള അരവട്ടിനെയൊക്കെ ഒന്നും കൂടെ കൊണ്ടുവരരുത്. ചിലപ്പോൾ ഭർത്താവായിരിക്കും, മകനായിരിക്കും. അരവട്ടിനെയൊക്കെ വീട്ടിൽ നിർത്തിയേക്കണം. നീ പോകണത് നിൻ്റെ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. അത് നീ ഒറ്റക്കാണ് ദൈവം ഉദ്ദേശിക്കുന്നത്, വേറെ ആരെയും ഉദ്ദേശിക്കണില്ല. കാര്യം അത് നീ ചെയ്യുമ്പോൾ നീ അത് എന്തുമാത്രം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതനുസരിച്ച് ദൈവം നിന്നോട് സിൻസിയറിറ്റി, വിശ്വസ്തത കാണിക്കും. അത് നമ്മൾക്ക് മനസ്സിലാക്കണം. ഇപ്പം ഇവരെന്താ വന്ന് ഉടമ്പടി ചെയ്തപ്പോൾ എന്ത് ചെയ്ത് ആദ്യം ഈ ഡോക്ടർ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ട് ട്യൂബിൽ കൊച്ചു കിടക്കാൻ കണ്ടിട്ടാണ് ഡോക്ടർ അത് പറഞ്ഞത്.
അപ്പോൾ അവർ സെക്കൻഡ് പിന്നെ വേറൊരു ആശുപത്രിയിൽ പോയി വീണ്ടും അവർ സ്കാൻ ചെയ്തപ്പോൾ കുട്ടി ഇതിൻ്റെ അകത്ത് തന്നെയാണ്. ഈ 2 സ്കാനിങ് റിപ്പോർട്ടും എടുത്തുകൊണ്ടാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. 2 സ്കാനിങ്, കൊച്ചു ട്യൂബിൽ കിടക്കുന്ന 2 സ്കാനിങ് റിപ്പോർട്ടും കൊണ്ടാണ് അമ്മയെടുത്ത് ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുന്നത്. ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഇവിടെ സിസ്റ്ററാണെന്ന് തോന്നുന്നു. അവരോട് പറഞ്ഞ് അവർക്ക് കയറാൻ പറ്റണില്ല, ഗർഭിണിയാണ്, പിന്നെ ഇതുപോലെ വിഷമൊക്കെ. അപ്പോൾ പറഞ്ഞ് മകൾ കയറ്, നീ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ തിരിച്ചു വന്ന് സാക്ഷ്യം പറയും, അമ്മ നിന്നെ കൈവിടത്തില്ലെന്ന് പറയും. അതാണ് ആ സമയത്ത് മാതാവ് തന്നെയാണ് ആ സിസ്റ്ററിലൂടെ അവരെ ബൂസ്റ്റ് ചെയ്യണത്. പക്ഷേ എൻ്റെ സംഭവിക്കുന്നത് ഇത് ഉടമ്പടി എടുത്തിട്ട് അവർ വീണ്ടും പോയി 3ാമത്തെ സ്കാനിങ് ചെയ്യും. 3ാമത്തെ അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ആ 2.5 മണിക്കൂർ ടൈമായുള്ളേ. 3ാമത്തെ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ വിളിക്കും. അതിൽ പഴയ 2 റിപ്പോർട്ടും നോക്കും. 2 ആ ട്യൂബിലാണ് കിടക്കണത്. പക്ഷേ 3ാമത്തെ സ്കാൻ ചെയ്തപ്പോൾ കുട്ടി ഗർഭപാത്രത്തിലേക്ക് മാതാവ് മാറ്റി. ശ്രുതികടെ സമയ സന്ദർഭങ്ങളുടെ മേല് അധികാരമുള്ള സ്വാധീനമുള്ള അമ്മയുടെ മധ്യസ്ഥത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മഹത്വം മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉടമ്പടി എടുക്കാൻ വരുന്ന സ്ത്രീകളിലും ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആൾക്കാരുണ്ട്. എന്താണ് ഇവിടെ നടക്കണമെന്ന് അറിയാൻ പാടില്ല. അവരിതുപോലെ പശു പ്രസവിക്കണം, മകന് ജോലി കിട്ടണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിടുമ്പോൾ കൈ നനയാതെ മീൻ പിടിക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇത് ദൈവവുമായിട്ടുള്ള ബന്ധമാണെന്നും മര്യാദക്ക് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷം സാക്ഷ്യം വഹിക്കുമ്പോഴാണ് ദൈവം ഇടപെടണമെന്ന് അവർക്കിത് നേരമില്ല. അവർക്ക് നേരമില്ലാതെ എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ്. ശ്ലോകത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ 2 പത്രം കൊടുക്കും, 3 പത്രം കൊടുക്കും, 4ാമത്തെ പത്രം വേറെ ആൾക്കാരെ കൊണ്ട് കൊടുപ്പിക്കും. അതുപോലെ തന്നെ സൽപ്രവൃത്തികൾ, അതുപോലെ തന്നെ ഓരോ തരത്തിൽ ഉടമ്പടി പ്രകാരം നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെ ചുറ്റിക്കളിയിൽ തീർക്കാൻ പറ്റും, കൊച്ചു പരിപാടിയിൽ ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് എങ്ങനെ അനുഗ്രഹം ഒപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഇതുപോലുള്ള വട്ട് പരിപാടികൾ നിങ്ങളുടെ മനസ്സ് കയ്യിലുമുണ്ട്. നിങ്ങളും ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ചിലർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകത്തില്ല, രോഗികളെ കാണത്തില്ല, രോഗികൾക്ക് വേണ്ടി കൊടുക്കാനുള്ളത് ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ സന്ദർശനം നടത്തില്ല. അതേസമയം തന്നെ ആശുപത്രിയുടെ ആശ്രിതർക്കും അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ഒരു നിവൃത്തിയില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം. ഇങ്ങനെ ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതിങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് എഴുതി കിട്ടിയിട്ട് അനുഗ്രഹം അടിച്ചു മാറ്റാമെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ വരേണ്ട ആൾക്കാരല്ല, വല്ല ഊളം പറയലും പോകേണ്ട ആൾക്കാരാണ്. ദിസ് ഈസ് നോട്ട് റൈറ്റ്. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയത്തില്ല. നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കണം ഇവിടെ എന്താണ് സംഭവിക്കണത്, എന്താണ് ഇവിടെ സംഭവിക്കണത്, എങ്ങനെയാണ് ഈ അടയാളം ഉണ്ടാകണത്, എന്തുകൊണ്ടാണ് അടയാളം ഉണ്ടാകണത് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തോളം കാലം ദൈവത്തിനെ പറ്റിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് ഈ തീ കൊണ്ട് ആ ചേന വേഗത്തില്ല. ശ്രുതികണ്ട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിതത്തെ വിശദീകരിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പറഞ്ഞ് കർത്താവായ ദൈവമേ, ഉത്തരവാദിത്വത്തോടുകൂടി ഞാൻ അങ്ങയുടെ ഉടമ്പടിയിലെ നിലനിന്നുകൊണ്ട് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിശ്വാസത്തിൽ വളർന്ന് സുവിശേഷത്തിന് ശക്തി ആർജിക്കും. റോമ 4:20. ശ്രുതികട്ടെ ഹല്ലേലൂയ. റോമ 4:20. റോമ 4:20. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ഇതാണ് പ്രശ്നം. ഇതാണ് ഉടമ്പടിയുടെ മർമ്മം എന്ന് പറയണത്. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞേ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. ഇതാണ് ഈ ഉടമ്പടിയുടെ മർമ്മം എന്ന് പറയുന്നത്. എന്താണ് കാര്യം? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. ഇപ്പം നമ്മൾ കർത്താവിൻ്റെ വചനങ്ങൾക്ക് അനപേക്ഷിതമായിട്ട് നമ്മൾ വിശുദ്ധീകരിക്കുകയും അപ്പോൾ ദൈവം മഹത്വപ്പെടും.
കാര്യം എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ വചനത്തിലൂടെ വഴി നടത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മെറീന കൊട്ടാരക്കരയുടെ സാക്ഷ്യമാണ്. മെറീന കൊട്ടാരക്കര കേടെക് പരീക്ഷ എഴുതാനുള്ള ആളാണ്. 6 പ്രാവശ്യം എഴുതി തോറ്റു. അപ്പോൾ ഇനിയിപ്പോൾ മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വന്ന് ഉടമ്പടി എടുത്ത്, പക്ഷെ ഉടമ്പടി എടുത്തിട്ട് പരീക്ഷാ ദിവസം പോയി കുമ്പസാരിച്ച്. തലേ ദിവസം പോയി അനാഥാലയത്തിൽ പോയി അനാഥാലയത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്ത്. അതായത് അവൻ പറയണ പോലെ ചെയ്യണേ, മനസ്സിലായില്ലേ? ഈ പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് മുമ്പ് കുമ്പസാരിച്ചിട്ടാണ് ഒരുങ്ങി വിശുദ്ധീകരിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് കയറണത്. തലേ ദിവസം അനാഥാലയത്തിൽ പോയിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തത്. എന്താ സംഭവിച്ചിരിക്കണത്? ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട്. നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ടാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കും. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവൃത്തി ഇല്ലെങ്കിൽ വിശ്വാസം വീക്കായി പോകും. മനസ്സിലായില്ലേ? അതാണ് എൻ്റെ സീരിയസ്നെസ്. നമ്മൾ എന്തിനാണ് ഈ ഉടമ്പടിയിൽ അവൻ പറയുന്ന പോലെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് രോഗികൾക്ക് സന്ദർശിക്കുന്നത്? എന്തുകൊണ്ടാണ് നഗ്നരെ ഉടുപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് രോഗികളെ സന്ദർശിക്കുന്നത്? എന്തുകൊണ്ടാണ് സഹായം ആവശ്യമുള്ളവർക്ക് സഹായം കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് വീട്ടിൽ ക്ഷമിച്ച് വഴക്കുണ്ടാക്കാതെ നോക്കണത്? എല്ലാം ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അതുപോലെ ചെയ്തിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ വിശ്വാസത്തിൽ നമ്മൾ ശക്തി പ്രാപിക്കും. അപ്പോൾ നമുക്ക് ഉടമ്പടിക്ക് ആവശ്യമായ ശക്തിയുള്ള വിശ്വാസം കിട്ടും. ഉടമ്പടിക്ക് ആവശ്യമായ സർവൈവ്ഡ് ഫെയ്ത്ത്, ശക്തിയുള്ള വിശ്വാസം എന്താണ്? സർവൈവ്ഡ് ഫെയ്ത്താണ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരന്താണ്. പരന്തിന് 3 കുഞ്ഞുങ്ങളാണ്. അതിങ്ങനെ മുകളിൽ താമസിക്കുകയാണ്, ഒരു മലമുകളിൽ താമസിക്കുക, മുട്ട വിരിച്ച്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു 24-42 ദിവസം കൊണ്ടാണ് തള്ളപ്പക്ഷികൾ വന്നിട്ട് ഇതിന് വലിയ മീനൊക്കെ കൊടുത്ത് വളർത്തുകയാണ്. 3 കുഞ്ഞുങ്ങളെ മുട്ടയിൽ നിന്ന് വളർന്നിട്ട് അതെല്ലാം ക്യാമറ അവിടെ ഒളിപ്പിച്ച് വെച്ച് ഇതെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അവസാന ദിവസം വരുമ്പോഴേ ഈ തള്ളപ്പരന്ത് വന്നിട്ട് ഈ തീറ്റ കൊടുത്ത് വളർന്ന കുഞ്ഞുങ്ങളെ ചവിട്ടി താഴെയിടും. 400 അടി മുകളിൽ നിന്ന് പാറക്കെട്ടിലേക്ക് താഴെയിടും. താഴെയിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു, ഈ പക്ഷിക്കുഞ്ഞുങ്ങളെ, പരുന്തൻ കുഞ്ഞുങ്ങളെ തള്ളപ്പക്ഷി തന്നെ ചവിട്ടി താഴെയിടണേ എന്തുകൊണ്ടാണെന്ന്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ചിറക് ഉറക്കാൻ വേണ്ടി ചിറകിട്ടടിച്ച് അവർ പറക്കാൻ പഠിക്കുകയാണ്. അപകടമായ ഒരു പ്രോസസ്സാണ് പ്രകൃതി ചെയ്യണത്. പക്ഷെ അതിൽ ഒരെണ്ണം പറക്കാൻ പറ്റാതെ ചത്തുപോയി. പ്രകൃതി ഉദ്ദേശിക്കുന്ന ചത്തുപോകണമെന്ന് തന്നെയാണ്. പറക്കാൻ പറ്റാത്തവൻ ചത്തുപോകണമെന്നാണ് പ്രകൃതിയുടെ നിയമം. പക്ഷേ അതാണ്. അപ്പോഴേ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വാസമില്ല, നിങ്ങൾ ഡെഡ് ഫെയ്ത്ത്, അങ്ങനെ സംഭവമുണ്ട്. ഡെഡ് ഫെയ്ത്ത് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ആത്മാവ് ഒരു അപകടത്തിലാകും. ഡെഡ് ഫെയ്ത്ത്, അതായത് ഇത് പറയണത് യാക്കോബാണ്. അത് ഡെഡ് ഫെയ്ത്ത്, അത് പ്രവൃത്തിയില്ലെങ്കിൽ. ഇപ്പം 2:17 എടുത്ത്. യാക്കോബ് 2:17, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. നിർജീവം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഡെഡ് ബോഡി എന്നതിൻ്റെ അർത്ഥം. അപ്പം പ്രവൃത്തി ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉടമ്പടി ഡെഡ് ബോഡിയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ചെയ്യാൻ പറ്റും. ആ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പത്രമെല്ലാം കൃത്യമായിട്ട് കൊടുക്കണം. അതുപോലെ രോഗികളെ കാണണം, ഞാൻ രോഗികളെ കണ്ടു. അതുപോലെ തന്നെ ഞാൻ അവിടെ, അതായത് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ലേ, ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ അതുപോലെ ഉത്തരം എഴുതി വെക്കേലേ, അങ്ങനെ നമുക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടിയുടെ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി ഔട്ട് ഓഫ് ലവ്. ദൈവസ്നേഹത്തോടെ വേണം ചെയ്യാൻ. ദൈവസ്നേഹം ഇല്ലാതെ ചെയ്താൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഉമിനീരില്ലാതെ ഭക്ഷണം കഴിക്കണ പോലെ ഇരിക്കും. ദൈവസ്നേഹം ഇല്ലാതെ നിങ്ങൾ ഉടമ്പടി പ്രവർത്തനങ്ങൾ ചെയ്താൽ ഉമിനീരില്ലാതെ വായിൽ ഭക്ഷണം കഴിക്കണ പോലെ ഇരിക്കും. ദഹിക്കത്തില്ല ഈ സംഭവം. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നവർ, ഞാനീ ചെയ്യണത് ദൈവസ്നേഹത്തോടെയാണോ അതോ ഉടമ്പടിയുടെ നിബന്ധന പാലിക്കാൻ വേണ്ടി സാങ്കേതികമായിട്ട് ഇത് ചെയ്ത് മാറ്റുകയാണ് ചെയ്യണമെന്ന് നോക്കണം. ചിലർക്ക് ഉടമ്പടിയുടെ ഉത്തരം താമസിക്കാൻ കാരണം ഇതുപോലെ സാങ്കേതികമായിട്ട് ചെയ്യുന്നത് കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നത് കൊണ്ടോ ആണ്. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നത് കൊണ്ടാണ്. ഇപ്പം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി ഇപ്പം പറഞ്ഞില്ലേ 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുപ്പിക്കാത്തത് എന്താണ്?
ഞങ്ങൾ ആൾക്കാരെ ചെക്ക് ചെയ്യും. കാണുമ്പോൾ തന്നെ അറിയാം ഇവർ ഒരു പണിയും ചെയ്യത്തില്ലെന്ന്. അവർക്ക് ഇപ്പം തന്നെ 140 കിലോ തൂക്കമുണ്ട്. അവർ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യത്തില്ല. എന്താണ് അവരുടെ പ്രശ്നം? എന്താണ്? വല്ല മരുമക്കളും അല്ല പേരക്കിടാങ്ങളും പഠിക്കണ കാര്യമായിരിക്കും. അപ്പോൾ മരുമക്കളും പേരക്കിടാങ്ങളും പഠിക്കണ കാര്യമൊക്കെ കെട്ടി എഴുന്നള്ളിക്കാൻ വേണ്ടി ഇവർ ഇങ്ങനെ ഈ റോഡ് നന്നാക്കണ വണ്ടി പോലെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. വല്ല കഥയുണ്ട്. ആ കക്ഷികൾ നേരിട്ട് വരണം. ആരാണ് ഇവരുടെ മകൻ? ആ അമ്മ തന്നെ നേരിട്ട് വരണം. മകനെയും കൂട്ടി വരണം. കൂട്ടി വന്നിട്ട് കാര്യമില്ല, ഒന്നും കാര്യമില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ സംഭവിക്കണത് എന്താ? ഓരോ വിഷയത്തിനും അവർ ചെയ്തിട്ട് ആ ഉടമ്പടി ചെയ്തിട്ട് അതനുസരിച്ച് സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടെ ചെയ്യാൻ. കാരണം എൻ്റെ അനന്തരം തന്നെ IELTS എടുത്തിട്ട് 2 പ്രാവശ്യം തോറ്റുപോയി. അപ്പം ഞാനോടത്ത് എന്ത് പരിപാടി, ഇവനെ നോക്കാൻ കാര്യമുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ തിരക്കിയപ്പോൾ അവനെ അമ്മയെ കൊണ്ടാണ് ബാക്കിയുള്ള എല്ലാം ചെയ്യിക്കണത്. അതോടുകൂടി അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അതാണ് സംഭവം. 2 പ്രാവശ്യം തോക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ മലയാളം മീഡിയം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. മലയാളം മീഡിയമാണ് ആ കക്ഷി. ആഷി അതായത് മലയാളം മീഡിയമാണ്. ദാറ്റ് മീൻസ് അവൾ അമ്മയോട് പറയാം, അമ്മേ എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റത്തില്ല, അറിയത്തില്ല, പക്ഷേ OET എടുക്കണമെന്ന് പറഞ്ഞ് മനസ്സിലൊരു മാതാവ് ഒരു ആഗ്രഹം കൊടുക്കും. അപ്പോൾ പിന്നെ എന്നാ ചെയ്യണത്? ആഷി ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാം ശക്തമായ രീതിയിൽ സുവിശേഷ വേല ചെയ്യും. അങ്ങനെ സ്വന്തമായിട്ട് സുവിശേഷ വേല സാങ്കേതികമല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാതെ സ്വന്തമായി ചെയ്യുന്ന കാരണം ഒറ്റ എഴുത്ത് ഈ മലയാളം മീഡിയക്കാരെത്തി ഫുൾ സ്കോർ അടിച്ചു പോയി. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോട് പുലർത്തും. അതായത് ഇതിൻ്റെ വരുന്ന വിഷയം നിയമാവർത്തനം 7:12 നിങ്ങൾ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുകയും റീഡ് അഗെയിൻ ശ്രുതികടെ നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നോട്ട് ബൈ ഫെയ്ത്ത് അല്ല, ബൈ ഫിഡലിറ്റി, വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോടും പുലർത്തും. അപ്പോൾ ദൈവം 2 കാര്യങ്ങളാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ തരുന്ന വാഗ്ദാനത്തിന് നമ്മൾ അതനുസരിച്ചിട്ട് നിബന്ധനകൾ പാലിച്ചു പോകുന്ന ഒരു മെറിറ്റുണ്ട്. പക്ഷേ ഈ മെറിറ്റിൽ തന്നെ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഉടമ്പടിയും കരുണയും എന്ന് പറയണത്. മനസ്സിലായില്ലേ? ഉടമ്പടി എടുക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബോണസായിട്ട് ദൈവം കരുണ കൂടി തരണമെങ്കിൽ നിങ്ങൾ ഉടമ്പടി വിശ്വസ്തയോടെ ചെയ്യണം. സബ്സിഡിയാണത്. ഗ്രാൻഡ് ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഗ്രാൻറ്റും സബ്സിഡിയും കൊടുക്കും. ഗ്രാൻഡ് എന്ന് പറയുന്നത് നമുക്ക് പരിശോധന കൊടുത്ത് തീർക്കേണ്ട കാര്യമാണ്. അതതിൻ്റെ മെറിറ്റാണ്. സബ്സിഡി നമ്മൾ റീഫണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ കരുണയില്ലാതെ ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യുമ്പോഴാണ് ദൈവം സബ്സിഡിയായിട്ട് കരുണ തരണത്. അങ്ങനെ കരുണ തന്നു കഴിഞ്ഞാൽ നമ്മുടെ മെറിറ്റിലല്ല പിന്നെ വർക്ക് ചെയ്യണത്, നമ്മൾ വാ പൊളിച്ചു പോകും. കാര്യം കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജ്യോതിസ് മരിയ തൃശ്ശൂര്. ജ്യോതിസ് മരിയയുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങനെ കുറേ നാളത്തേക്ക് ജോലിയുടെ പ്രൊഫഷണൽ ഗ്യാപ്പും അവനെ പഠിച്ചിട്ട് IELTS പ്രവാസം എഴുതിയിട്ട് എനിക്കൊണ്ട് 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നണേ. എഴുതിയിട്ട് ശരിയാകണില്ല, ഒന്നും കിട്ടണില്ല. അപ്പോൾ അവളിവിടെ വന്ന ശേഷം ഉടമ്പടി ചെയ്തപ്പോഴും അവൾക്കൊരു ധൈര്യമായി. എന്താ ധൈര്യം? അമ്മ ഈ പ്രാവശ്യം IELTS എന്നെ ജയിപ്പിക്കും, ഒക്കെ വിശ്വാസമായി. പക്ഷേ പാവപ്പെട്ടവൾ തോറ്റുപോയി. അതാ ഞാൻ പറഞ്ഞത്, അത് തോറ്റുപോയെങ്കിലും ആ ഉടമ്പടിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്തില്ല. ചില ആൾക്കാർ തോറ്റാൽ പിറ്റേ ദിവസം പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലത്തിലില്ല. പക്ഷേ ഇവളെങ്ങനെ പ്രത്യക്ഷ പ്രാർത്ഥനയിലൂടെയാണ് വന്നത്. കാര്യം പാർട്ടിക്ക് ഇടിമിന്നൽ ഭയങ്കര പേടിയാണ്. പല ആൾക്കാരും പണ്ട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷേ ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ മനസ്സിൽ തോന്നിയിട്ടില്ല.
പക്ഷെ അതുകൊണ്ട് ഇവളെന്താ ചെയ്തത്, ഒരു ദിവസം ഭർത്താവില്ല, 2 കുഞ്ഞുങ്ങളെ ഇവളുമായിട്ടിരിക്കുന്ന സമയത്ത് ഇടിയുമിട്ട് മഴ പെയ്ത്. ഇവൾക്ക് ഇടിമിന്നൽ ഭയങ്കര പേടിയാണ്. ഉടനെ ഇവൾ പ്രത്യക്ഷീണ പ്രാർത്ഥന എടുത്തിട്ട് പ്രത്യക്ഷീണ പ്രാർത്ഥനയിട്ട് പറഞ്ഞു, മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു, ഇടിമിന്നൽ ഇപ്പം നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇടിമിന്നൽ നിന്ന്, മഴയിൽ നിന്ന്. അപ്പോൾ അവൾക്ക് മനസ്സിലായി അമ്മ ഇടപെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോയി ഉടമ്പടി എടുക്കാമെന്ന്. ഉടമ്പടി എടുക്കാമെന്നപ്പോൾ എന്നാ പറ്റിയത്, ഉടമ്പടി എടുത്തിട്ട് IELTS തോറ്റു. എൻ്റെ മക്കൾ, നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അതിൻ്റെ അർത്ഥം ദൈവം ആ വാതിലൂടെ അല്ല നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ പോണത്. പിറ്റേ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഇവിടെ IELTS തോറ്റ ദിവസം ഇവളെ ന്യൂസിലൻഡിൽ നിന്ന് ഇവളുടെ ഒരു റിലേറ്റീവ് വിളിച്ചിട്ട് പറഞ്ഞു, ഗ്രേസ്, അതായത് ഇവിടെ പുതിയ നിയമം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്, ക്രൈസിസ് വിസ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ക്രൈസിസ് വിസ അത് പുതിയൊരു സംരംഭമാണ്. അപ്പം നീ എത്രയും ആപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ ഒരു ഏജൻറ്റും ഇല്ലാതെ ഇവൾ തന്നെത്താൻ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് ക്രൈസിസ് വിസയ്ക്ക് ആപ്ലിക്കേറ്റ് ചെയ്യും. ഒരു IELTS പാസ്സാകാതെ ഇവർ ന്യൂസിലൻഡിൽ ചെല്ലും. ഇതാണ് വിഷയം. അതായത് IELTS തോറ്റാണല്ല ഇവർക്ക് പ്രശ്നമായി പോയത്. പക്ഷെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ തോറ്റാലും പക്ഷെ ദൈവം നിങ്ങളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിരിക്കും. കൈ ഇടിച്ച് കിടത്താണ്. എല്ലാവരും എഴുന്നേൽക്കുക, സന്തോഷത്തിൽ എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കൈ നെഞ്ചുകൊണ്ട് സ്തുതിക്കേണ്ട സമയമാണ്. അച്ഛന് ഓരോ ഉള്ളംകാലം മുതൽ ഉച്ചവരെയുള്ള ഓരോ രോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി, കർത്താവ് നിന്നെ തൊട്ട് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിവിടെയുള്ളവരും ഓൺലൈനിലുള്ളവരും ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലത് കരം മക്കളുടെ ശിരസ് വെക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സന്ധ്യബന്ധങ്ങൾ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ അസ്ഥിക്കുഴകളിലും അസ്ഥികളിലും അസ്ഥിമജ്ജകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ ആന്തരികമായിട്ടുള്ള ഓരോ വൃക്കകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ ഹൃദയത്തിലും ചങ്കിലും ശ്വാസകോശങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ ആമാശയത്തിലും അതുപോലെ തന്നെ ആന്തരികമായിട്ടുള്ള നിൻ്റെ ഗർഭപാത്രത്തിലും അതുപോലെ തന്നെ എല്ലാവിധ കോശങ്ങളിലും എല്ലാ ഗ്രന്ഥികളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. വാതരോഗങ്ങൾ, മാരക രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, അതുപോലെ തന്നെ അപസ്മാര രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ, ന്യൂറോട്ടിക് ട്രബിൾസ് ആയിരിക്കും കർത്താവ്. എല്ലാ തരത്തിലും കർത്താവ് ഒരു കാരണവശാലും സൗഖ്യപ്പെടാനാവാത്ത രീതിയിലുള്ള എല്ലാ രോഗങ്ങളും, ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഇമ്മ്യൂണിൻ രോഗങ്ങൾ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും പ്രതിരോധ ശേഷിയെ ശോഷിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവിധ മാരക രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഗർഭിണികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഗർഭത്തെ ശിശുക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവർ എത്രയും വേഗം സുഖം പ്രാപിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വരട്ടെ. ശ്രദ്ധിക്കട്ടെ. ഭവനങ്ങളിൽ നിറയപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടേണേ സുഖമായി
ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ഇൻ്റർവ്യൂവും ടെസ്റ്റും പരീക്ഷയും എഴുതി കഴിഞ്ഞവര്, അതിൽ വലിയ ഹോപ്പില്ലെന്ന് തോന്നുന്നവര്, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, സർവീസിൽ നിന്ന് ചില പ്രോബ്ലംസ് കാരണം സസ്പെൻഷൻ കിട്ടിയവർ, ജയിലിലായിപ്പോയവർ, കോടതി കേസിരിക്കുന്നവർ, പാകോടമ്പടി നടക്കാത്തവർ, വീട്ടിൽ കലക്കമുള്ളവർ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞു പോയവർ, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകൾ വിടുതൽ ലഭിക്കാൻ വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. എല്ലാ തരത്തിലുള്ള പ്രണയബന്ധങ്ങൾ, മോശമായ ജീവിതാവസ്ഥകൾ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ദൈവം നിങ്ങളുടെ ക്ലേശങ്ങളെ ഏറ്റെടുക്കുകയും നിങ്ങളുടെ ഭാരങ്ങളെ ഏറ്റെടുക്കുകയും നിന്റെ ബന്ധനങ്ങളെ, നിന്റെ നുഖങ്ങളെ തകർത്തെറിയുകയും ചെയ്യട്ടെ. യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ നുഖങ്ങളും തച്ചുടക്കപ്പെടട്ടെ. ശ്രുതിക്കട്ടെ. ആദരവോടെ കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങളുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളെ കർത്താവിന് പുനഃസമർപ്പണം ചെയ്യുക. ഇനി ഉടമ്പടി പുതുതായിട്ട് വെക്കാൻ പോകുന്നവരെ എന്താണ് ഉടമ്പടി വെക്കാൻ പോകുന്നത്, ആ വിഷയം ഈ സ്വർഗീയമായ നിമിഷത്തിൽ പുതുക്കാൻ പോകുന്നവരും ഉടമ്പടി പുതുതായിട്ട് ചെയ്യാൻ പോകുന്നവരും പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യ നാഥന് നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രാർത്ഥനാപൂർവം മൗനമായി ഭക്തിയോടെ സമർപ്പിക്കുക. മുട്ടേനിക്കുക. സമാപനാശീർവാദം. കൈകൾ കൂപ്പി കർത്തൃ സന്നിധിയിലായിരുന്നതിന് അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അനുഗ്രഹം എൻ്റെ ജീവിതത്തെ എത്രയും വേഗം അടയാളം കാണാൻ വേണ്ടി തലകുനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ ആശീർവാദം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ വാങ്ങിക്കുക. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങള്, നമ്മളിപ്പോൾ അലട്ടുന്ന ജീവിത വിഷയങ്ങളെല്ലാം ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.